കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പ്രാർത്ഥിക്കാനൊരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയെ അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദോസ്, യുറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കത്തോലിക്ക തിരുസഭ വിശുദ്ധ സൈമണിൻ്റെയും വിശുദ്ധ യൂദാ തദേവുസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകളും സ്നേഹവും ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുന്നു. സ്നേഹമുള്ളവരെ, ഈ 2 വിശുദ്ധരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻനിരയിൽ അവർ ലോകത്തോട് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു വയ്ക്കുന്ന ഒരു പാഠം, ദൈവത്തെ തങ്ങളുടെ ജീവിതം കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ ജീവൻ കൊടുത്തും സ്നേഹിക്കാമെന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇത് സുവിശേഷം പരിശോധിക്കുമ്പോഴും സ്നേഹന്മാരെ പരിശോധിക്കുമ്പോഴും ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിശേഷണം അവരുടെ പേരിനോടുകൂടെ ചേർക്കുമ്പോൾ അത്രത്തോളം മഹനീയമായ ഒരു ജീവിതമായിരുന്നു അവരുടെ ശിഷ്യത്വത്തിൽ അവരെപ്പോഴും മറ്റുള്ള മുമ്പിലേക്ക് കാണിച്ചിരുന്നത്. സ്നേഹമുള്ളവരെ, തമ്പുരാൻ അന്ന് മലയിലേക്ക് കയറി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോടു കൂടെ ആയിരുന്നു കൊണ്ട് അവരോരോരുത്തരും തിരഞ്ഞെടുക്കുമ്പോഴും സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും മാമോദീസായിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. ഈ ഒരു ജീവിതത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക എന്നതാണ്. പലപ്പോഴും ഒരു തിരഞ്ഞെടുപ്പിനെതിരായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് എൻ്റെ ഈ തിരഞ്ഞെടുപ്പിനെ ഞാൻ ഏറ്റവും വ്യക്തതയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. കാരണം ഈ ഒരു ഭാഗത്താണെങ്കിൽ പോലും ഒത്തിരിയേറെ ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ഒരു കാലഘട്ടത്തിൽ തമ്പുരാൻ അവരോരോരുത്തരുടെയും മുമ്പിൽ ഗുരുവായിട്ട് നിൽക്കുന്നത് കൊണ്ടും ഒരു റബ്ബിയായിട്ട് നിൽക്കുന്നത് കൊണ്ടും ഒരു അത്ഭുത പ്രവർത്തനമായിട്ട് നിൽക്കുന്നത് കൊണ്ടും ഒത്തിരിയേറെ പേര് തമ്പുരാനെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ശിഷ്യന്മാരായി തീർന്നത് 12 പേര് മാത്രമാണ്. അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെന്ന് പിന്നീട് നമ്മൾ വിളിച്ചത് 12 പേരെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റിലും ഒത്തിരിയേറെ പേരുണ്ടെങ്കിൽ പോലും നമ്മളും അവിടുത്തെ സ്നേഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഒരു വിളിക്ക് എൻ്റെ ജീവിതത്തിൽ അതിനേറെ മൂല്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ആ ഒരു ശിഷ്യന്മാരുടെ ഗണം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒറ്റുകൊടുക്കാൻ പോയവരെ പോലും തിരിച്ചറിഞ്ഞ് അവരുടെ കാര്യം വളരെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പിന് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു 2ാം ഭാഗമായിട്ട് പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് രമ്യതപ്പെടുത്താനോ അല്ലെങ്കിൽ ഐക്യപ്പെടാനോ പലപ്പോഴും നമ്മുടെ ജീവിതവും മാറുമെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കാം. എപ്പോഴും ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജീവിതം പലപ്പോഴും ആ ഒരു പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഒരു സ്നേഹം തിരിച്ചറിഞ്ഞ് ഈ സ്നേഹത്തിലേക്ക് തിരികെ വരാൻ നമ്മുടെ ജീവിതം കൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പറ്റുമെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഇപ്പം ലേഖന ഭാഗത്തിലേക്ക് പോകുമ്പോൾ പൗലോസ് ശ്ലീഹ ഈ ഭാഗത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ഈ സ്നേഹത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും പരിശോധിക്കണം. കാരണം നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പല ജീവിതാന്തസ്സുകളിലേക്കാണ്. ഒരു പക്ഷേ ഒരു കുടുംബം നയിക്കാനോ അല്ലെങ്കിൽ ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു സന്യാസിനിയോ അല്ലെങ്കിൽ ഏതൊരു വിളിയിലേക്ക് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുമ്പോഴും ഒരു ജീവിതാന്തസ്സിലേക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോഴും ഈ തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളെപ്പോഴും പരിശോധിക്കണം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുനാളിന് കാരണബോധരായ 2 പേരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, ആദ്യമേ വിശുദ്ധ സൈമണിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ സുശീലൻ പറയുന്നത് അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് ഒരു പക്വമായൊരു അർത്ഥത്തിലാണ്. കാരണം
ആ ഒരു മനുഷ്യൻ തന്നെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി അത്രയേറെ നിലകൊണ്ട ഒരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഓരോ കാര്യം പറയുമ്പോഴും അത്രത്തോളം തീക്ഷ്ണതയോടുകൂടി ആ ഒരു പാതയിൽ ഓരോ നിമിഷമായിരുന്നതുകൊണ്ടും ഈ ഭൂമിയിലുള്ള ഒരു കാരണം പോലും ആ ഒരു മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കലും അനുവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പലപ്പോഴും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു വിശുദ്ധനായ യൂദാ തദ്ദേവൂസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഏറ്റുപറയുന്നൊരു കാര്യമാണ്. അനാഥകാര്യങ്ങൾ അല്ലെങ്കിൽ ഒരിക്കൽ പോലും സാധിച്ചു കിട്ടില്ല എന്നുള്ള കാര്യങ്ങളുടെ ഒരു മധ്യസ്ഥനായിട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ വിശുദ്ധ യൂദാ തദ്ദേവൂസ് മാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ട് ഈ ഒരു വിശുദ്ധൻ ആ പദവിയിലേക്ക് എത്തി എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനെ അത്രത്തോളം തൻ്റെ ജീവിതത്തിൽ വേദനകളും സഹനങ്ങളും പിരിമുറുക്കുകളും അല്ലെങ്കിൽ വെല്ലുവിളികളും ഏറ്റുവാങ്ങിയപ്പോഴും ഹൃദയത്തിൽ തമ്പുരാനെ സ്വീകരിക്കാൻ തയ്യാറായത് കൊണ്ടാണ് ആ ഒരു വിശുദ്ധൻ ആ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാതൃശക്തിയിലേക്ക് വിശുദ്ധൻ ഉയർത്തപ്പെടുന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. കാരണം ആ ഒരു വിശുദ്ധൻ്റെ പടങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ പടം ആലേഖനം ചെയ്യപ്പെട്ട മുഖഭാവങ്ങളാണ്. എപ്പോഴും ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ഈ വിശുദ്ധരുടെ മാതൃകകൾ അത്രത്തോളം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും വിശ്വാസത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ എപ്പോഴും ഓർക്കുക, ജീവിതത്തിൽ ഒരിക്കൽ പോലും വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്ചയോ ഉയർച്ചയോ പോരായ്മയോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച പോലും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകരുത് എന്നുള്ള കാര്യം വിശുദ്ധ സൈമൺ നമ്മളോട് പറയുന്നുണ്ട്. ഒപ്പം വിശുദ്ധ യൂദാ തദ്ദേവൂസ് ജീവിതം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നുള്ള കാര്യം അത്ര വ്യക്തതയോടുകൂടി അവർ വിശുദ്ധനും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടെങ്കിലും അവർ ക്രിസ്തുവിന് വേണ്ടി അവരുടെ ജീവിതം കൊടുക്കുന്നുണ്ട്. അതിലുപരി ക്രിസ്തുവിന് വേണ്ടി അവരുടെ ജീവിതം തന്നെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇപ്പോഴും ഓർക്കുക, ഇനി വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്ര സ്വയകരമായിരിക്കില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിലുള്ള ആനന്ദം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഉദ്ദേശം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.